നീണ്ട കാത്തിരിപ്പിന് ശേഷം നാലാം സെമസ്റ്റർ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് അഫിലിയേറ്റഡ് കോളേജസ് ആൻഡ് SD വിദ്യാർത്ഥികളുടെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. ഇനിയും ആരെങ്കിലും ടൈം ടേബിളിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ ശ്രമിക്കുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ആ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. 2019 അഡ്മിഷൻ മുതലുള്ള വിദ്യാർത്ഥികൾക്ക് നാലാം സെമസ്റ്റർ പരീക്ഷകൾ എഴുതാം. ജൂൺ മാസം 10 മുതലാണ് പരീക്ഷകൾ ആരംഭിക്കുന്നത്. ഒരു ഡിഗ്രി പ്രോഗ്രാമിന് ലോങ്ങിവിറ്റി അല്ലെങ്കിൽ ഡ്യൂറേഷൻ 5 to 6 ഇയേഴ്സ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 2019 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ അവസാനത്തെ ചാൻസായി നിങ്ങളിതിനെ കണക്കാക്കണം. കാരണം ഇനി വരുന്ന ഓഡ് സെമസ്റ്റർ ആണെങ്കിലും ഈവൻ സെമസ്റ്റർ ആണെങ്കിലും 2019 അഡ്മിഷൻ ഓൺവേർഡ്സ് എന്ന് നോട്ടിഫിക്കേഷനിൽ ഉണ്ടാകണമെന്നില്ല. മേ ബി ഉണ്ടാകാം, ഉണ്ടാവാതിരിക്കാം. കാരണം ഡ്യൂറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് വേറെ സെമസ്റ്റർ പരീക്ഷകൾ എഴുതാനുള്ള അവസരമില്ല എന്ന മൈൻഡ് സെറ്റോടു കൂടി പരീക്ഷകളെ സമീപിച്ചാൽ മാത്രമാണ് ജയിക്കാനും ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. 2019 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ അവസാന ചാൻസ് ആണോ ഇതെന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് നമുക്ക് കിട്ടുന്ന അറിവുകൾ. ഇത് കൂടുതലായിട്ട് കൺഫേം ചെയ്യണമെങ്കിൽ 2025 നവംബർ ഡിസംബർ മാസത്തിൽ നടക്കാൻ പോകുന്ന 5ാം സെമസ്റ്റർ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ കൂടി വന്നാൽ മാത്രമേ നമുക്കിത് പൂർണ്ണ തോതിൽ പറയാൻ സാധിക്കുകയുള്ളൂ. എന്തു തന്നെയാണെങ്കിലും നിങ്ങളുടെ മൈൻഡ് സെറ്റിലെ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും വരുത്താതെ അവസാന ചാൻസ് ആണെന്ന രീതിയിൽ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഉപകാരമാണ്. അല്ലെങ്കിൽ പിന്നെ എല്ലാ ചാൻസുകളും നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ ഓർ സ്പെഷ്യൽ എക്സാമിനേഷൻ എന്ന മേഴ്സി ചാൻസിലോട് കൂടി പരീക്ഷ എഴുതി ജയിക്കേണ്ടതായിട്ട് വരും. 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് 2016 വരെയാണ്. അത് തന്നെ കൃത്യമായ ഇടവേളകളിൽ വിളിക്കുന്ന ഒരു പരീക്ഷയല്ല. മേ ബി 1 വർഷം കൊണ്ട് വിളിക്കാം, അല്ലെങ്കിൽ 2 വർഷമാവാം, 3 വർഷമാകാം. അങ്ങനെയുള്ള സമയബന്ധിതമായി നടക്കാത്തൊരു കാര്യത്തിലേക്ക് നിങ്ങൾ എന്തിനു പോകണം എന്ന കാര്യം കൂടി ചിന്തിച്ചിരിക്കണം. കിട്ടുന്ന അവസരം തക്കത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പരീക്ഷ 4ാം സെമസ്റ്റർ പരീക്ഷകളിൽ ജയിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം അല്ല, ഡിഗ്രി എക്സാമാണ്. പഠിച്ചു കഴിഞ്ഞാൽ, കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, കോൺസെപ്റ്റ് ഓക്കെ ആയി കഴിഞ്ഞാൽ ടീച്ചേഴ്സ് എന്തായാലും നിങ്ങൾക്ക് മാർക്കിട്ട് തരും, ജയിക്കും. പരീക്ഷയുടെ തലേ ദിവസം ഇരുന്ന് പഠിച്ചാലും ജയിക്കുമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് നമുക്കുള്ളതെങ്കിൽ കുറച്ചധികം പണിയാവും. കാരണം അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് കാലിക്കറ്റിൻ്റേത്. തോറ്റു കഴിഞ്ഞാൽ വേറെ അവസരങ്ങളൊന്നുമില്ലാതെ മേഴ്സി ചാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെങ്കിൽ തന്നെ 2016 വരെ വിളിച്ചിട്ടുള്ളൂ. ഇനി 2017 വിളിക്കണം, 2018 വിളിക്കണം, അതിനുശേഷമേ 2019 വിളിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ദുർഘട ഘട്ടങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ ഇന്നു മുതൽക്ക് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. ഇന്ന് മെയ് മാസം 6-ാം തീയതി, കഷ്ടി 44 ദിവസം ഇനിയും ഉണ്ട് പരീക്ഷയ്ക്ക്. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഈ വിവരം നിങ്ങളുടെ ഫ്രണ്ട്സുമായും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.